ഹായ് ഫ്രണ്ട്സ്, ബൈക്ക് ദ ഫുഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഞ്ഞ് പുതിഞ്ഞ് കിടക്കുന്ന ഈ സായാഹ്നത്തിൽ ആവി പറക്കുന്നൊരു കട്ടൻ ചായയും നല്ല ചൂടുള്ള വടയും കൂടി ആയാലോ. എന്നാൽ ഈ വടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വട ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പ കൊണ്ടാണ്. എന്നാൽ പിന്നെ ഇന്നത്തെ സായാഹ്നം നിങ്ങളോടൊപ്പം ആവി പറക്കുന്ന കട്ടൻ ചായയും അതുപോലെ ചൂടുള്ള കപ്പ വടയും കൊണ്ടായാലോ. കപ്പ വട ഉണ്ടാക്കാനായിട്ട് 750 ഗ്രാം പച്ചക്കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. വേകാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ചെറിയ പീസാക്കിയിരിക്കുന്നത്. ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചിട്ട് വരാം. ഞാനിവിടെ കപ്പ നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടിയത് 1 സ്പൂൺ ബട്ടർ വേണം. സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് 1 കപ്പ്, 1/2 ടീസ്പൂൺ കായം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് ഡ്രൈ ഐറ്റംസ് ആണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ റവ, 3 ടേബിൾ സ്പൂൺ കടലമാവ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. ഈ കപ്പ നമുക്ക് ആദ്യം ഒന്ന് ഉടച്ചെടുക്കണം. നമുക്കതിനായിട്ട് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം. കപ്പയും ബട്ടറും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്തത് നമ്മുടെ കപ്പയ്ക്ക് നല്ലൊരു മയം കിട്ടാനായിട്ടാണ്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കായം, ചില്ലി ഫ്ലേക്സ്, ഇഞ്ചി, സവാള, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾ, അരിപ്പൊടി, കടലമാവ്, റവ, പിന്നെ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ കപ്പയുടെ മിക്സ് കുഴയ്ക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഒരു ടീസ്പൂൺ അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് കയ്യിലൊഴിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുത്താൽ മതിയാവും. ഏതായാലും നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ കപ്പയുടെ മിക്സ് ഒരു വടയുടെ ഷേപ്പിലാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ കൈ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബോൾ സൈസിൽ ഈ കപ്പയുടെ മിക്സ് എടുക്കുക. നന്നായിട്ടൊന്ന് ഒരു ബോൾ ഷേപ്പ് ആക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചൂണ്ട് വിരൽ ഈ തണുത്ത വെള്ളത്തിലോട്ട് മുക്കിയിട്ട് ഈ നടുക്കോട്ട് ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഈ ശരിക്കും നമ്മുടെ ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്കിങ്ങോട്ട് മാറ്റാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനിയും ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പവട ഇട്ട് കൊടുക്കാം. നമുക്ക് തീ കുറച്ച് വെക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് വട ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കപ്പവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ മറക്കാതെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വിഭവമായിട്ട് ഉടനെ വരുന്നതാണ്. അതുവരെ see you later. Bye bye.